പോട്ടിങ് പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലുപൊടിയാണ് ഇതിപ്പോൾ അതുകൊണ്ട് ഒരു അരക്കിലോ കാക്കിലോ അല്ലേ 400 ഗ്രാം എല്ലുപൊടി നമ്മൾ ഇട്ടുണ്ട് എല്ലുപൊടി കണ്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ വ്യാസം എന്ന് വെച്ചാൽ ഇവിടം വരെ 14 ഇഞ്ചാണ്. ഈ ഇവിടം വരെ 14 ഇഞ്ചാണ് ഡയമീറ്റർ. അപ്പോൾ ആഴം എന്ന് പറയുന്നത് ഇവിടുന്ന് 8 ഇഞ്ച് ആഴമുണ്ട്. എന്നാലും നമ്മളിത് പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് പാത്രത്തിനനുസരിച്ച് നിങ്ങൾ സൗകര്യപ്രദമായിട്ട് ചെയ്യാം. എന്നാലും വെറുതെ അളവ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ 2 കൈ കൊണ്ടൊരു 3 കൈപ്പിടി ചാണകമുണ്ട്. ഇതുണ്ടതേ അത്ര, അതാണിത്. 3 കൈപ്പിടി ഉണ്ട്. പിന്നെ മണ്ണ് വേണം ഉണ്ട്. ഇവിടം വരെ 6 ഇഞ്ച് ആഴത്തിന് മണ്ണിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ വരും കണ്ട, ഈ ലൈൻ കണ്ട. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഈ വെള്ളം അകത്തേക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നിർത്തണത് ആദ്യം. അത് കഴിഞ്ഞ് അത് പക്വമായ രീതിയിലുള്ള ട്യൂബർ എടുക്കുന്ന വിധവും തിരഞ്ഞെടുക്കുന്ന വിധം ഏതൊക്കെ ഇത് നല്ലതാണ്. ഇതാണ് ഏതൊക്കെ നല്ലത് ക്വാളിറ്റിയുള്ള. ഇത് ക്വാളിറ്റിയുള്ള അല്ലേ? ഇത് ക്വാളിറ്റിയുള്ളതാണ്, നല്ല ക്വാളിറ്റി, നല്ലപോലെ വളരുന്നതാണ് ഇത് ഈ ട്യൂബർ. പിന്നെ ഇതാ ഇതും പൂർണ്ണ വളർച്ചയെത്തിയ ട്യൂബറാണ് കണ്ട. ഇതെല്ലാം പൂർണ്ണ വളർച്ചയെത്തിയ ട്യൂബറാണ്. ഇതാണ് തിരഞ്ഞെടുക്കേണ്ട ട്യൂബർ കണ്ട. ഇത് നല്ല ക്വാളിറ്റിയുള്ളതാണ് കണ്ട. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയാണ് ട്യൂബറാണ്. പിന്നെ വേറെ ഒരെണ്ണം, ഇത് നല്ല ട്യൂബറാണ്. വേറെ എടുത്തേ അത് വേണ്ട. അതെ പിന്നെ ഇത് മതില്ലേ? ഇത് നല്ല ട്യൂബറാണ്. ഇത് നല്ല ട്യൂബറാണ് കണ്ട. ഇതൊക്കെ ട്യൂബർ ഇനങ്ങളാണ് നമ്മൾ കാണിച്ചേക്കാം. ഇതൊക്കെ നല്ല ട്യൂബറാണ്. നടുന്ന അപ്പോൾ ഇത് നമ്മൾ നടാനായിട്ട് പോവാണ്. പുതിയതായിട്ടൊരു പോട്ടിങ് പാത്രത്തിലേക്ക് നടുവാണിത്, ഡബയിലേക്ക്. ഇത് ഡാമേജ് അല്ലേ? ഇത് അല്ലേ? ഇത് ഡാമേജാണ്. ഇത് പ്രായം ചെന്ന് കഴിഞ്ഞ് ചീഞ്ഞ് പോയതാ. ഇതണ്ട, ഇതേ ചീഞ്ഞ വെള്ളം കണ്ട. ഡാമേജ് ആയിരുന്നു. ഇത് കൊള്ളില്ലാത്തതാണ്. ഇതെല്ലാം കണ്ട. കളർ തോന്നുന്നുണ്ട്. ഇതെല്ലാം ഡാമേജാണ്. നല്ലതല്ല നല്ലതല്ല. ഇത് വള്ളിയാണിത്. അപ്പോൾ കിളുക്കും, പക്ഷേ ഇത് പൂവുണ്ടാകാൻ സാധ്യത കുറവാണ്. അത് ഈ ടൈപ്പ് ഇത് കണ്ട. അത് അങ്ങനെ മനസ്സിലാക്കി എടുക്കേണ്ടതാണിത് കണ്ടോ. അതായത് ചെറിയ എണ്ണം കണ്ട. ഇതൊക്കെ കിളുക്കും, പക്ഷേ ഇത് പൂവുണ്ടാകത്തില്ല. ഇതേ ആ ടൈപ്പിലുള്ള ഇതൊക്കെ അല്ല. ഇതേ ചെറിയ ഇനം പൂവുണ്ടാകാനായിട്ട് പാടായിരിക്കും. അതാണ് ഇത് ടൈപ്പ് കണ്ട. ഏ പൂവുണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ട്യൂബർ അങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതേ അതെന്താ ഓടിച്ചു കളഞ്ഞു? അതെത്ര ഇത് ഡാമേജ് ഓടിച്ചു കളഞ്ഞാണ് കണ്ട. ഇത് നല്ല ട്യൂബറാണ് കണ്ട. മുളയുണ്ട്. ഇതണ്ട മുള കണ്ട, മുളയുണ്ട് നല്ലത്. ഇത് ഇവിടെയൊക്കെ മുളയുണ്ട്. നല്ല ട്യൂബറാണ്. വെള്ളം ഒഴിച്ച് പറ്റിയിട്ടുണ്ട്, എന്നാലേ നടാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കണം.
ഇതിൻ്റെ ഇല വന്നതായിരുന്നു, നമ്മളത് ഇല ഒടിച്ചു കളഞ്ഞതാണ് കേട്ടോ. അതാണിത് കണ്ടോ. ഇത് നല്ല ഇതിൻ്റെ ഒരു മുകളുണ്ട് ഇതിവിടെ, ഇത് കണ്ടോ. ഇത് നല്ല നല്ല ട്യൂബറാണ്. അതിൻ്റെ ഇല നമ്മളിത് നുള്ളിക്കളഞ്ഞാണ്, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഇല നുള്ളിക്കളഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ എടുത്ത് കളഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് നടുക. ഇത് നല്ല ട്യൂബറാണ്, അതായത് കണ്ടോ, നല്ല ട്യൂബറാണ്. ഇതേപോലെ കുത്തി ഒഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പോട്ടിങ് കഴിഞ്ഞ് നമ്മളിപ്പം വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലായിരിക്കണം ഇത് വയ്ക്കേണ്ടത് കേട്ടോ. അങ്ങനെ നട്ട താമരയാണിത്. ഇത് കാമലാരി ഇനം ഒരു താമരയാണിത്. ഇത് കണ്ടോ. പിന്നെ ഇത് മുമ്പ് ഇതുപോലെ നട്ടാണ്. ഇതിൻ്റെ ഇത് അരിയല്ലേ ഇത്? ഇത് വിത്താണിത്. അപ്പോൾ ഇത് ഉണങ്ങി വന്നം, മൂത്തിട്ടില്ല. പിന്നെ വേറൊരു താമര ഇവിടെ ഉണ്ട്. വേറൊരു താമര. ഇങ്ങനെയാണ് സംഭവം. പിന്നെ തുടർന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്. ഒരു നിശ്ചിത കാലയളവിൽ ഈ താമരയുടെ ഇപ്പം നമ്മളിപ്പോൾ ഈ നട്ടിരിക്കുന്നതിൽ പൂവുണ്ടാകാൻ താമസം വരാൻ നേരത്ത് 3-4 മാസം കഴിയാൻ നേരത്ത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ 1 ഗ്രാം അളവ് 18 അല്ലെങ്കിൽ 19 NPK ഇതുപോലെ 1 ഗ്രാം ഇതിലിങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടുക സൈഡിൽ. ഇത് ഏരിയ കൂടിയാണെങ്കിൽ ഇങ്ങനെയുള്ള പോട്ടിനാണെങ്കിൽ ഒരു 2-3 എടുത്ത് ഇതുപോലെ കുഴിച്ചിട്ടാലും മതിയാവും. ഇപ്പോൾ ഇത്രയും വ്യാസം ഉണ്ടല്ലോ കിണറിൻ്റെ അത്ര. അപ്പോൾ അങ്ങനെ കൂടി ചെയ്താൽ ഇതിനൊരു സഹായമായി പൂവുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും.